മലയാളത്തിൽ നിന്ന് ഒരു ക്യാമ്പസ് എന്റർടൈനർ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഡെർബി, നമ്മുടെ ഗിരേട്ടൻ സാഗർ സൂര്യയുടെ പടം. സാഗർ സൂര്യ അല്ല മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. ഓസ്ലറിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം ചെയ്തൊരു പയ്യനില്ലേ, ആ പയ്യനാണ് മെയിൻ ലീഡ്. തീട്ടപ്പടം തീട്ടപ്പടം തീട്ടപ്പടം. ഇതില് സീനിയേഴ്സ് ആയിട്ട് ഒരു 5 അലവലാദികളുണ്ട്. ലോകത്ത് ഒരു കോളേജിലും ഇജാതി നക്കികൾ സീനിയേഴ്സ് ആയിട്ട് ആർക്കും ഉണ്ടാവില്ല. അയ്യോ, വർത്താനം പറയണം കേട്ടാ കാലത്തെ ചെരുപ്പൂരി അടിക്കാൻ തോന്നും. അജാതി നക്കികൾ. ആൻഡ് ഇവന്മാര് അപ്പൊ നല്ല നല്ല ആൾക്കാരാണല്ലോ. ഇത് അതിലേറെ നക്കികൾ. ഒരു 5 പഞ്ചവർണ്ണ കോമാളികളും ഉണ്ട്, ഒരു 5 ഹാർപ്പിക് കോമാളികളുണ്ട്. ഇവരുടെ ഒരു ക്ലാഷ് ആണ്. ക്ലാഷ് പറഞ്ഞാൽ ക്ലാഷിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തീട്ടപ്പടം. ഇതിലും മനോഹരമായിട്ട് ഒരു വാക്ക് ഈ സിനിമയെ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി പരട്ട പെട്ട തേങ്ങകളാന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റും. ഇത് ആ സമയത്ത് ഗോപി സുന്ദർ സൈഡിൽ കണ്ട ചവറും കോലും കമ്പിയൊക്കെ എടുത്തിട്ട് കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങാനും പറ്റില്ല. സോ ഇതില് സീനിയേഴ്സ് ആയിട്ടുള്ളവന്മാരും ഈ നായകന്റെ ഗ്രൂപ്പും തമ്മിൽ രാവിലെ വരും, അടികൂടും. അപ്പൊ നായകന്റെ ഗ്രൂപ്പിന് അടി കിട്ടും. എന്നിട്ട് ഇവര് പിറ്റേ ദിവസം തിരിച്ചു വരും, നായകന്റെ ഗ്രൂപ്പ് മറ്റവരെ പിടിച്ച് തല്ലും. അതെന്താടേ, തലേ ദിവസം അടി കിട്ടുമ്പോ കാപ്പിയും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇപ്പൊ വരുമ്പോ എന്താ കാടിവെള്ളത്തിൽ ബൂസ്റ്റ് കലക്കി കുടിച്ച എനർജിയൊക്കെ വന്നിരിക്കുന്നു. വീണ്ടും പിറ്റേ ദിവസം ഒമാരത്തിൽ തല്ലും. ഇത് തന്നെയാണ് ഈ കംപ്ലീറ്റ് പടത്തിലുള്ളത്. ആൻഡ് ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞപ്പോ ആ നക്കിയ സീനിയേഴ്സ് കോളേജിൽ നിന്ന് പോയി. ഫൈനൽ ഇയർ ആണല്ലോ, പുഴുങ്ങി പുറത്താക്കി എല്ലാത്തിനും. പിന്നെ വരുന്നു സാഗർ സൂര്യയുടെ ഗ്യാങ്. സാഗർ സൂര്യയുടെ ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കാണുമ്പോൾ തമിഴില് ഫേസ് അതാണ് തോന്നിയത്. 5G - 2G = 3G. അത് അതിലേറെ കോമാളികൾ. ആൻഡ് ഇതിൽ ഫസ്റ്റ് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഒരു കൊച്ചിന്റെ വക ഒരു ഡാൻസ് ഉണ്ട്. ആ കോളേജിലത്തെ ഡാൻസ് ക്വീൻ, ഡാൻസ് മഷ്റൂം എന്നാണ് ഇത്ര അറിയപ്പെടുന്നത്. എന്നിട്ട് ഇത് കണ്ട് കൈയടിക്കാൻ കുറെ അലവലാദികൾ. ഇവരുടെ ഗ്യാങ്ങിന്റെ ഒരു പേരുണ്ട്. എന്താണ്? അവരാദീസ്നോ അലവലാദീസ്നോ, കറക്റ്റ് പേരാണ് എന്തായാലും. ഇത് ഡാൻസ് ആണ് വെച്ചപ്പോ ഡാൻസിന് എന്താ പറയണ്ടത്? ഫുട്ബോളിനോ? ഓ എന്റെ അമ്മ, 2 നായികമാരുണ്ട്. അൺസഹിക്കബിൾ പെർഫോമൻസ്. ഈ പയ്യനൊക്കെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ. ഇജാതി അപരാധത്തിലൊക്കെ കയറി അഭിനയിക്കും ആരെങ്കിലും?